ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്തു നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. രാജ്യസഭാംഗം രാഘവ് ചൗധ ഉൾപ്പെടെയുള്ള AAP എംപിമാർ BJPയിൽ ചേർന്നു. BJPയുടെ ചതിയെന്ന് അരവിന്ദ് കെജ്രിവാൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറം ജോലികൾ ഒഴിവാക്കാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം. കനത്ത ചൂടിന് ആശ്വാസമായി കോഴിക്കോട് വേനൽ മഴ. ചാത്തമംഗലം, മുക്കം, തിരുവമ്പാടി മേഖലകളിൽ കനത്ത മഴ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ ഒരു മരണം കൂടി. മരിച്ചത് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീശൻ. ദുരന്തത്തിൽ മരണം 15ആയി. അപകടത്തിൽപ്പെട്ടത് 38 പേരെന്ന് മന്ത്രി VN വാസവൻ. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ച ആരോഗ്യവകുപ്പ്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനയിൽ പാമ്പുകളെ കണ്ടെത്താനായില്ല. ചിറയൻകീഴിലെ 8 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമുള്ള രാജിസന്നദ്ധ പിൻവലിച്ച B ഉണ്ണികൃഷ്ണൻ. അംഗങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് രാജി പിൻവലിച്ചതെന്ന് വിശദീകരണം. രാജിവെക്കാൻ തയ്യാറായത് വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടെന്നും B ഉണ്ണികൃഷ്ണൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാനുള്ള പ്രമേയമാണ് കത്ത് നൽകിയത്. ജ്ഞാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളും ആരോപണങ്ങളും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിഷേധിക്കാനാകാത്ത 9ഓളം ഗുരുതരമായ കുറ്റങ്ങൾ രേഖാമൂലം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. രാഘവ് ചദ്ദ MP BJPയിൽ ചേർന്നു. രാഘവ് ചദ്ദയ്ക്കൊപ്പം സന്ദീപ് പഥക്, അശോക് മിത്തൽ തുടങ്ങി ആം ആദ്മിയുടെ രാജ്യസഭാ എംപിമാർ BJPയിൽ ലയിച്ചു. രാഘവ് ചദ്ദയെ അടുത്തിടെ രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും ആം ആദ്മി നീക്കിയിരുന്നു. वो आम आदमी पार्टी आज पूरी तरीके से अपने सिद्धांतों से, अपने मूल्यों से, अपने कोर मॉरल और वैल्यूज से भटक चुकी है. और अब ये पार्टी देश के लिए नहीं, देश के हित के लिए नहीं, बल्कि अपने पर्सनल फायदे के लिए काम कर रही है. आप में से कई लोग पिछले कुछ सालों से मुझे ये कह भी रहे थे और मैं पर्सनली पिछले कुछ सालों से ये महसूस कर रहा था दैट आई एम द राइट मैन इन द रॉन्ग पार्टी. आई रिपीट, आई एम द राइट मैन इन द रॉन्ग पार्टी. इसलिए आज हम ये अनाउंस करते हैं, मैं ये अनाउंस करता हूं कि मैं आम आदमी पार्टी से दूर जा रहा हूं और जनता के पास जा रहा हूं. पॉलिटिक्स में आने से पहले मैं एक प्रैक्टिसिंग चार्टर्ड अकाउंटेंट था. मंच पर बैठे मेरे साथी कोई साइंटिस्ट था, कोई एजुकेशनिस्ट था. और आज जो लोग आम आदमी पार्टी का दामन छोड़ रहे हैं, अलग हो रहे हैं, आम आदमी पार्टी से दूर हो रहे हैं, उनमें कोई वर्ल्ड क्लास क्रिकेटर रहा, कोई पद्मश्री रहे, कोई सोशल एक्टिविस्ट रहे. ये तमाम लोग अपना सब कुछ छोड़ छाड़ कर, सब कुछ न्योछावर कर कर एक करप्शन फ्री इंडिया का संकल्प लेकर आए थे और इस पार्टी को स्थापित किया था. मैं इस पार्टी का फाउंडिंग मेंबर था. मुझसे बेहतर आम आदमी पार्टी को शायद ही कोई जानता होगा. हम सब ने मिलकर पूरी कमिटी. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, രാഘവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇനിയും പ്രവർത്തകർ BJPയിലേക്ക് പോകും എന്നത് സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് രാഘവ് ചദ്ദ വ്യക്തമാക്കിയത്?
അശ്വതി, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയപരമായി അടുത്ത കാലത്ത് ഡൽഹി ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ആം ആദ്മി നേരിട്ട കനത്ത തിരിച്ചടിയാണ് രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള MP-മാരുടെ രാജി. രാഘവ് ചദ്ദ മാത്രമല്ല, രാജ്യസഭയിൽ ആം ആദ്മിയുടെ 2/3 ഭൂരിപക്ഷം MP-മാരും പാർട്ടി വിട്ടുകൊണ്ട് BJP-യിൽ ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടി വിട്ടുകൊണ്ട് രാജി പ്രഖ്യാപനം നടത്തിയിട്ടുള്ള രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ BJP ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അവിടെ BJP ആസ്ഥാനത്ത് BJP-യുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ മധുരം നൽകിക്കൊണ്ട് രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വീകരിക്കുകയും അവർക്ക് പാർട്ടി അംഗത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആം ആദ്മിയെയും നിലവിൽ ആം ആദ്മി നേതൃത്വത്തെയും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരെ പരോക്ഷമായും വിമർശിച്ചുകൊണ്ടാണ് രാഘവ് ചദ്ദയുടെ പാർട്ടി വിടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആം ആദ്മി പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അഭിപ്രായ വ്യത്യാസവും കലാപവും പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചുകൊണ്ട് പാർട്ടിയെ പിളർത്തിക്കൊണ്ടാണ് രാഘവ് ചദ്ദ ഇപ്പോൾ BJP-യിലേക്ക് എത്തിയിട്ടുള്ളത്. രാഘവ് ചദ്ദയെ കൂടാതെ MP-മാരായ സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവരും ഡൽഹിയിൽ BJP ആസ്ഥാനത്തെത്തി BJP-യുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നിന്ന് അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു. രാഘവ് ചദ്ദ അറിയിച്ചിട്ടുള്ളത് രാജ്യസഭയിൽ നിന്ന് രാജ്യസഭാ MP-മാരായിട്ടുള്ള സ്വാതി മലിവാൾ കൂടാതെ ഹർഭജൻ സിംഗ്, രജീന്ദർ ഗുപ്ത, വിക്രംജീത് സിംഗ് എന്നിവരും പാർട്ടി വിട്ടുകൊണ്ട് BJP-യിൽ ചേരും. അതുകൊണ്ട് അത്തരത്തിൽ ചേരുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള സാധുത വരുത്തിക്കൊണ്ട് 2/3 ഭൂരിപക്ഷം BJP-യിൽ ലയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് MP സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചത് കനത്ത തിരിച്ചടിയാണ്. കാരണം നേരത്തെ ഡൽഹി ഭരണം നഷ്ടപ്പെട്ടിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങളിൽ, അതായത് പഞ്ചാബിലും ഗുജറാത്തിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പ്രഖ്യാപനം നടത്തി പ്രചാരണം നടത്തിയെങ്കിലും അവിടെ ഒന്നും തന്നെ ഒരു സീറ്റ് പോലും വിജയിക്കാനും ആം ആദ്മിക്ക് സാധിച്ചിരുന്നില്ല. നിലവിൽ പഞ്ചാബിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഭരണമുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ രാജ്യസഭയിലെ MP-മാർ ഒപ്പം പാർട്ടി രൂപീകരണ വേളയിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഒപ്പം രാജ്യ താല്പര്യമെല്ലാം മറിച്ച് വ്യക്തി താല്പര്യത്തിലൂടെയാണ് ഇപ്പോൾ ആം ആദ്മി മുൻപോട്ട് പോകുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണോ പാർട്ടി രൂപം കൊണ്ടത്, അഴിമതി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട പാർട്ടിക്ക് ഇന്ന് രാഷ്ട്രീയ മൂല്യച്യുതി സംഭവിച്ചു എന്ന ആരോപണം വരുത്തിക്കൊണ്ടാണ് രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ MP-മാർ പാർട്ടി വിടുകയും ഇപ്പോൾ BJP-യിൽ ചേരുകയും ചെയ്തത്. അശ്വതി. ശരി ജിഷ്ണു, സൂചിപ്പിച്ച പോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. രാഘവ് ചദ്ദ MP BJP-യിൽ ചേർന്നിരിക്കുന്നു. രാഘവ് ചദ്ദയ്ക്കൊപ്പം സന്ദീപ് പഥക്, അശോക് മിത്തൽ തുടങ്ങി ആം ആദ്മിയുടെ രാജ്യസഭാ MP-മാർ BJP-യിൽ ലയിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരാ ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസി സതീശൻ മുണ്ടത്തിക്കോട് മരിച്ചു. അപകടം നടന്ന ദിവസം മുതൽ സതീശൻ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ബേൺസ് ICUവിൽ ചികിത്സയിലായിരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ 15ആയി. അതിനിടെ ദുരന്തം നടന്ന സ്ഥലത്ത് ഇന്ന് നടന്ന പരിശോധനയിൽ ചില ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ഹരീഷ്, ഒരു മരണം കൂടി. ഇന്നിപ്പോൾ കെടാവർ നായകളെയൊക്കെ ഉപയോഗിച്ച് ഈ അപകടം നടന്ന സ്ഥലത്തൊക്കെ പരിശോധന ഉണ്ടായിരുന്നല്ലോ. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അശ്വതി, തീർച്ചയായും ഇന്ന് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ്. അതായത് ഈ സതീശൻ മുണ്ടത്തിക്കോടിന്റെ മരണം. അത് തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ദുഃഖം സൃഷ്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാലം അതിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. മാത്രമല്ല ഇതിന്റെ ചുമതല നിർവഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. ഈ ആളുകൾക്ക് ഈ വർണ്ണാഭമായ കാഴ്ച ഒരുക്കിയിരുന്ന വ്യക്തിയാണ്. ഈ സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനുമൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചുമതല വഹിച്ച ആ ഒരു വ്യക്തി കൂടിയാണ് ഈ സതീശൻ മുണ്ടത്തിക്കോട് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ലൈസൻസി കൂടിയായ അദ്ദേഹമാണ് ഇന്ന് ഇപ്പോൾ മരണപ്പെട്ടത്. അത് തീർച്ചയായും ഈ ഒരു തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചും പൂരപ്രേമികളെ സംബന്ധിച്ചും ഒക്കെ വലിയ രീതിയിൽ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. 90% പൊള്ളലേറ്റാണ് അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇപ്പോൾ ദേവസ്വങ്ങളെല്ലാം തന്നെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിയാണ് പൂരത്തെ സംബന്ധിച്ച്, വെടിക്കെട്ടിനെ സംബന്ധിച്ചൊക്കെ അതിന്റെ ചുമതല ഉള്ള വ്യക്തി, അതിന് ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിയൊക്കെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു പൂരപ്രേമികളെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നും ഈ ഒരു മുണ്ടത്തിക്കോട് തിരച്ചിൽ നടത്തിയപ്പോൾ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ആളുകളുടെ. അത് ഈ നായ്ക്കൾ കടിച്ചു വലിക്കുന്ന രീതിയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറി അപ്പുറത്ത് കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇവിടെ നിന്നും ശരീരഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നു. ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും
തിരച്ചിൽ ഇനിയും തുടരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. എങ്കിൽ മാത്രമേ ഇനി അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ലഭിക്കാൻ വേണ്ടി സഹായിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം 200ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്, തിരച്ചിലിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നും ഒരു ശരീരഭാഗം ലഭിച്ചിരിക്കുന്നു, നാളെയും തിരച്ചിൽ തുടരും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു തൃശ്ശൂർ പൂരത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരനുഭവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചരിത്രമായി ഈ ഒരു അപകടം മാറും എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്. ശരി, വിവരങ്ങളാണ് ഹരീഷ് തൃശൂരിൽ നിന്നും നൽകിയത്. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 11 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെന്ന മന്ത്രി വി.എൻ. വാസവൻ. 29 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. അതിന്റെ DNA പരിശോധന നടക്കുന്നു. 4 പേരുടെ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. സംഭവ സമയത്ത് മൊത്തം 38 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം നഷ്ടമായി. 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് 10 പേരുടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട ബോഡികൾ കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 29ഓളം പാർട്സുകളാണ്. ആ പാർട്സുകൾ ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊബൈൽ ലാബറട്ടറി തന്നെ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് വന്നിരുന്നു. ഒരു ത്വരിതഗതിയിൽ തന്നെ DNA ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നലത്തെ തെരച്ചിലിൽ ഒരു പുരുഷൻ്റെ തല കിട്ടുകയുണ്ടായി. ആ തല പൊതുവിൽ കണ്ടപ്പോൾ ഫോറൻസിക് സർജനും ബന്ധപ്പെട്ടവരൊക്കെ നോക്കി പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉത്സവ കമ്മിറ്റിയൊക്കെയായി ബന്ധപ്പെട്ട് കാണാതായിരുന്ന ഒരു സുഹൃത്തിൻ്റെതാണ്, ഗിരീഷിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാൻ മാറ്റി. കടുത്ത ചൂടിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി KV വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളും തട്ടകക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നുവരെ തിരുവമ്പാടി വിഭാഗം ദുഃഖാചരണം നടത്തുന്നതിനാൽ നാളെ മാത്രമേ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനമുണ്ടാകൂ. നാളെയാണ് പൂര വിളംബര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ നടന്ന സർക്കാർ ഉന്നതതല യോഗത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കാനും കുടമാറ്റ സമയം ചുരുക്കി നടത്താനുമാണ് തീരുമാനം. അതേസമയം പൂരത്തിന്റെ മറ്റെല്ലാ ചടങ്ങുകളും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടക്കും. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിക്കോപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ വെടിമരുന്ന് എന്ത് ചെയ്യണമെന്ന് PSOയുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ. 1000 കിലോയോളം വെടിമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രേഖകൾ ലഭിച്ചില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും കളക്ടർ പറഞ്ഞു. അത് ഇന്നലെ നമ്മളൊരു കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയിരുന്നു. കാരണം ഒരു അതിൽ എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രൈമറിലി. റവന്യൂ സ്റ്റാഫും അതിന്റെ ഭാഗമായിരുന്നു. അപ്പം എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിന് ലാബിൽ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം എടുക്കും അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി. അതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാൻഡ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളത് നിർവീര്യമാക്കുക എന്നുള്ളതാണ്. ഓവർ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഓവർ ക്വാണ്ടിറ്റി നമ്മൾ കോർട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇത്ര ക്വാണ്ടിറ്റി അധികം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് പെസോന്റെ ഹെൽപ്പോട് കൂടി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ആദ്യമേ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ നെന്മാറ വേലയുടെ നമ്മുടെ പ്രോപ്പർ മാഗസിൻ ജില്ലയിലുണ്ട്. അപ്പം ആ മാഗസിനിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ബാൻഡ് സബ്സ്റ്റൻസസ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാൻഡ് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത് എന്താണോ പെസോ പറയുന്ന പ്രോട്ടോകോൾ അത് പ്രകാരം നമ്മൾ അത് ചെയ്യും. പാലക്കാട് കനത്ത ചൂട് തുടരുകയാണെന്നും ജാഗ്രത വേണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുടിവെള്ള പ്രശ്നമുള്ള പഞ്ചായത്തുകൾക്ക് അതിന് പരിഹാരം കാണുന്നതിനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും കളക്ടർ പറഞ്ഞു. കുടിവെള്ള ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട LHDയിൽ നിന്നൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടും അതിന് വേണ്ടിയിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ പഞ്ചായത്തുകൾക്ക് ഇപ്പം അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ വഴി പഞ്ചായത്തുകൾക്ക് കൂടുതൽ എമൗണ്ട് ഫണ്ട് കൊടുക്കുന്നതായിരിക്കും കുടിവെള്ളം പ്രൊവൈഡ്.
ചിറയൻകീഴിലെ 8 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അധികൃതരുടെ വാദം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണെന്നും സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിലെ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. ഉടൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ അയച്ചെങ്കിലും ദിക്ഷലിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നാലെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടിയിരുന്നു. ചികിത്സാവേശ ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ആന്റിവെനം ആവശ്യത്തിന് ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യാവസ്ഥ മോശമാകുന്നത് കണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതെന്നും സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. എന്നാൽ കാലിലൂടെ എന്തോ ഇഴഞ്ഞെന്ന കുട്ടി പറഞ്ഞിരുന്നുവെന്നും വിഷബാധയുടെ ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അത് തിരിച്ചറിയുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്നും ആരോപിക്കുകയാണ് കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ച ആരോഗ്യവകുപ്പ് 4 പേരാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. എല്ലാ ആശുപത്രികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ആന്റിവെനമുണ്ടെന്ന ആശുപത്രികൾ ഉറപ്പുവരുത്തണം. അത്യാഹിത വിഭാഗങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണം. പാമ്പുകടിയേറ്റ് വരുന്നവർക്ക് കൃത്യമായി ആന്റിവെനം നൽകിയില്ല എന്ന പരാതികളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. കിണറ്റിൽ നിന്നും പാമ്പിനെ പിടികൂടി. കൊടിയത്തൂർ പന്നിക്കോട് സ്വദേശി നജ്മുദ്ദീന്റെ വീട്ടിലെ പുതിയതായി കുഴിച്ച കിണറ്റിൽ നിന്നുമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കിണറിന്റെ പടവിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വനം വകുപ്പിന്റെ കീഴിലുള്ള RRT വളണ്ടിയറെ വിവരം അറിയിക്കുകയും വളണ്ടിയർ എത്തി പിന്നീട് പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കൊല്ലം കുളത്തൂപ്പുഴയിൽ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. കുളത്തൂപ്പുഴയിലെ സഫീനയുടെ വീട്ടുമുറ്റത്താണ് പാമ്പിനെ കണ്ടത്. അലക്കിയ തുണികൾ വീട്ടുമുറ്റത്ത് വിരിക്കാനിറങ്ങിയ സമയമാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് തെന്മല RRT സംഘത്തെ വിവരമറിയിക്കുകയും അവർ എത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. സമീപത്തെ വനമേഖലയിൽ നിന്നാകാം മൂർഖൻ പാമ്പ് ഇവിടേക്ക് എത്തിയത് എന്നതാണ് കരുതുന്നത്. കൊടും ചൂടിന് ആശ്വാസമായി കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വേനൽ മഴ. മുക്കം, ചാത്തമംഗലം, മാവൂർ മേഖലകളിലാണ് മഴ പെയ്തത്. അതിനിടെ താമരശ്ശേരി മുക്കം റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അരമണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി. സ്ഥലത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്ത് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറത്തി. സംഭവം അതീവ ഗൗരവതരമാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തു. അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ മാറി സഞ്ചരിച്ചതാണെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്ത് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. 4ഓളം പേർ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെക്കുറിച്ച് പമ്പ പോലീസിനോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. വിഷയം അതീവ ഗൗരവതരമാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെയും മറ്റ് പ്രധാന ഭാഗങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന കാര്യത്തിൽ പോലീസിനും സ്പെഷ്യൽ കമ്മീഷണർക്കും സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വിശദമായ അന്വേഷണത്തിന് ADGP S. ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. സംഭവത്തിന് പിന്നാലെ ശബരിമലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തു. അതീവ സുരക്ഷാ മേഖലയിൽ മുൻകൂർ അനുമതിയില്ലാതെ പ്രവേശിച്ച് ഭീതി പടർത്തിയെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. അതേസമയം മനഃപൂർവ്വമല്ല സന്നിധാനത്തിന് മുകളിൽ എത്തിയതെന്നാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം. ഏതെങ്കിലും പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായല്ല ഹെലികോപ്റ്റർ എത്തിയത്. അന്തരീക്ഷം മേഘാവൃതമായതിനെ തുടർന്ന് ദിശ തെറ്റുകയായിരുന്നു. റഡാർ സംവിധാനത്തിന് പകരം പൈലറ്റിന്റെ കാഴ്ചയെ മാത്രം ആശ്രയിച്ചു പറക്കുന്ന രീതിയിലായതിനാലാണ് ദിശ മാറി സന്നിധാനത്തിന് മുകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കത്തിൽ അടിമുടി ദുരൂഹത. പ്രതികളെ സംരക്ഷിക്കാൻ അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടോ എന്നാണ് സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസിൽ നാളിതുവരെയായും പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച് 14 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല.
വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിലും പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് വിവരം. ഡോക്ടർ റാമിനും സംഗീതയ്ക്കുമെതിരെയുള്ള ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അധ്യാപകർക്കെതിരെയുള്ള തെളിവുകൾ ബോധപൂർവം ഒഴിവാക്കിയതായും ആരോപണമുണ്ട്. മരണം ആപ്പ് നടത്തിപ്പുകാരുടെ തലയിൽ കെട്ടിവെച്ച് മാനേജ്മെന്റിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥി യുവജന സംഘടനകളും ആരോപിക്കുന്നു. നിതിൻ രാജിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ഡോക്ടർ റാം ഗൂഢാലോചന നടത്തിയതായും ഇതിന് മറ്റ് അധ്യാപകർക്ക് പ്രോത്സാഹനം നൽകിയതായും വിവരമുണ്ട്. നിതിൻ രാജ് ജീവനൊടുക്കുന്ന അന്നേ ദിനം പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗൌരവപൂർവമായ അന്വേഷണം നടത്തിയാൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മറ്റ് അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്നതിനാൽ പോലീസ് മൌനം പാലിക്കുകയാണെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നും കാഷ്വാലിറ്റിയിൽ നടന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ജാമ്യത്തിനായി ഡോക്ടർ റാം വ്യാജരേഖ കോടതിയിൽ ഹാജരാക്കിയതായി പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടും മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് നീക്കത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാരെ ചുറ്റിപ്പറ്റി മാത്രം അന്വേഷണം നീളുന്നത് ചിലരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് KPMS പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. DGP ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിഷയത്തിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും KPMS അറിയിച്ചു. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുമുള്ള രാജ്യസന്നദ്ധ പിൻവലിച്ച് B. ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നിവർ തുടരണമെന്ന അംഗങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് രാജി പിൻവലിച്ചതെന്ന് B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 18 വർഷമായി താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നു. ഒരാൾ ദീർഘനാൾ ഒരു പദവിയിൽ തുടരരുത് എന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസന്നദ്ധ അറിയിച്ചത്. പഴയതുപോലെ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും B. ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഇന്ന് ചേർന്ന ഫെഫ്ക ജനറൽ ബോഡി യോഗത്തിലാണ് B. ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജി അറിയിച്ചത്. 18 വർഷമായി തൽസ്ഥാനത്ത് തുടരുന്നു. സംഘടന വലിയ രീതിയിൽ വളർന്നു. വ്യക്തിപരമായ കാര്യങ്ങളാലാണ് രാജിവെക്കാൻ തയ്യാറായതെന്ന് B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണന്റെ രാജി ജനറൽ ബോഡി അംഗീകരിച്ചില്ല. അംഗങ്ങളുടെ ആവശ്യപ്രകാരം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമെന്ന് B. ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. 18 വർഷത്തിൽ കൂടുതലൊന്നും ഒരാൾ ഒരു നേതൃപദവിയിൽ ഇരിക്കരുത്. 18 വർഷമൊക്കെ തന്നെ അക്രമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇനി ഇരിക്കരുത് എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സ്വകാര്യമായിട്ടുള്ള സമയം ആവശ്യമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും എഴുതാനും യാത്ര ചെയ്യാനും കുറച്ച് അധ്യാപനമൊക്കെ നടത്താനും ഒക്കെയുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം സിറ്റി സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് 2 പേർ കൂടി അത് പ്രസന്റ് ചെയ്യാൻ പോകും. B. ഉണ്ണികൃഷ്ണനൊപ്പം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ സിബി മലയിലും തയ്യാറായിരുന്നു. ഒരാൾ ദീർഘനാൾ ഒരു പദവിയിൽ തുടരേണ്ടതില്ലെന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിസന്നദ്ധ അറിയിച്ചത്. പഴയതുപോലെ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും B. ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. അവർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവർ കണ്ടത് ഒരു തരത്തിലുള്ള മാറ്റവും അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. അവർ കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കാതെ ജോലിയിൽ നിന്ന് കുറച്ചൊക്കെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഈ സംവിധാനമായിട്ട് മുമ്പോട്ട് പോകാം. അവർക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തുടരണമെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സിബി മലയിൽ തുടരണമെന്നുമാണ് സംഘടനയുടെ ജനറൽ കൗൺസിൽ കണ്ടത്. ഞാൻ അവരോട് പറഞ്ഞത് പഴയ രീതിയിലുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ നമുക്ക് തിരുത്തലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതേസമയം സുമതി വളവ് ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നിർഭാഗ്യകരമാണെന്ന് B. ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഫെഫ്കയിലെ അംഗങ്ങൾ സിനിമയുടെ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നടനാണ് സിനിമ സംവിധാനം ചെയ്തതെന്നൊക്കെ പറയുന്നത് മോശമാണ്. ഒരു നടനും ഗോസ്റ്റ് ഡയറക്ഷൻ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താൽ മതി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നടനും മലയാളത്തിൽ ഗോസ്റ്റ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് പറയാൻ ആഗ്രഹിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ മലപ്പുറത്ത് VD സതീഷിനെ നിയുക്ത മുഖ്യമന്ത്രിയായി അഭിവാദ്യം ചെയ്ത ഫ്ലെക്സ് ബോർഡ്. കോൺഗ്രസ് തർക്കത്തിൽ മുസ്ലിം ലീഗും അതൃപ്തിയിലാണ്.
വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. വിവിധ നേതാക്കൾക്കായി അരങ്ങിലും അണിയറയിലുമായി വലിയ ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. ഇതിനിടെയാണ് മലപ്പുറത്ത് വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജനങ്ങളോടൊപ്പം നടന്നവൻ ജനങ്ങളെ നയിക്കട്ടെ എന്ന് ബോർഡിൽ പറയുന്നു. കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ നേതാക്കളെ കേന്ദ്രീകരിച്ചു നടക്കുന്ന ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ UDFിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മെയ് 4 ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം കോൺഗ്രസ് ആ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് ഉറച്ച് വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പരസ്യ പ്രതികരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. മുൻകാലങ്ങളിൽ സമരരംഗങ്ങളിൽ സജീവമായവരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു ഉയർന്നു വന്നവർ വേണം ഭരണ തലപ്പത്ത് എത്തേണ്ടത്. തന്റെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗ്യതയില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മോഹിക്കുന്നവർ ആരൊക്കെയെന്ന് മെയ് 4 ശേഷം വെളിപ്പെടുത്തുമെന്നും അജയ് തറയിൽ പറഞ്ഞു. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പറഞ്ഞില്ല, എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊരു സ്വപ്നമാണ് ഞാൻ പങ്കുവച്ചത്. അത് തീർച്ചയായിട്ടും അങ്ങനെ വളർന്നു വന്ന ഒരാളാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. ജനകീയനായ ഒരു നേതാവായിട്ട് മാറുമായിരുന്നു. ജനകീയനായ മുഖ്യമന്ത്രിയാകും. അതുകൊണ്ടാണ് ആരായിരിക്കണം എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയുള്ള ആളാകണം എന്നൊരു അഭിപ്രായം ഞാൻ ശക്തമായി പറഞ്ഞത്. വോട്ടിന് നോട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാജ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ BJP വിജയം ഉറപ്പിച്ചുവെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരഞ്ഞെടുപ്പുകളിൽ അക്രമ സംഭവങ്ങൾ കുറയ്ക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഉയർന്ന പോളിംഗിന് കാരണമെന്നും BJP തകർന്നടിയുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. 93% പോളിംഗാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത്. SIR നടപടികൾക്ക് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ 92.72% പോളിംഗ് രേഖപ്പെടുത്തി. തപാൽ സർവീസ് വോട്ടുകളുടെ എണ്ണം കൂടി ചേരുന്നതോടെ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82.3% പോളിംഗ്. SIR നടപടികളിലൂടെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കിയതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയതുമാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. SIRലൂടെ 11% വോട്ടുകൾ ബംഗാളിൽ നീക്കം ചെയ്തിരുന്നു. മമതാ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കാനാണ് ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതെന്ന് കൊൽക്കത്തയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ BJP വിജയം ഉറപ്പിച്ചുവെന്നും ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. बंगाल के प्रथम चरण के मतदाताओं ने स्पष्ट कर दिया है कि बंगाल भी उसमें जुड़ने जा रहा है. 16 जिलों की 52 सीटों पर 92.98% मत ये निश्चित रूप से बताता है ബംഗാളിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ഉയർന്ന പോളിംഗ് ശതമാനം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. BJPയുടെ പൂർണ്ണ തകർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും മമതാ ബാനർജി പറഞ്ഞു. 294 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഈ മാസം 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് ലഹരിക്കടത്തിനെതിരെ കുരുക്കുമുറുക്കി എക്സൈസും നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും. അടുത്ത അധ്യയന വർഷം ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി വൻതോതിലാണ് രാസലഹരിയായ MDMA കേരളത്തിലേക്ക് ഒഴുകുന്നത്. വ്യാഴാഴ്ച കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്നും 3.5 കോടിയുടെ MDMAയുമായി 2 പേരാണ് പിടിയിലായത്. ഒരാഴ്ചക്കിടെ 5-ലേറെ MDMA കേസുകളാണ് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തത്. 10-ലേറെ പ്രതികൾ തൊണ്ടിയുമായി പിടിയിലായി. ഇതിൽ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കേസാണ് പന്തീരങ്കാവിലെ ടോൾ പ്ലാസയിൽ പിടിക്കപ്പെട്ടത്. 3.3 കിലോഗ്രാം മെത്താഫിറ്റാമിനും 56 ഗ്രാം MDMA എക്സ്റ്റസി ഗുളികകളുമായി ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ 2 പേരാണ് പിടിയിലായത്. എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം,
കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ്, കോഴിക്കോട് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവർ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ സംയുക്ത നീക്കത്തിലാണ് രാജസ്ഥാനിൽ നിന്നും റോഡ് മാർഗം കാറിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്ന് പിടികൂടാനായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കച്ചേരിക്കൽ സ്വദേശിയായ ഷെഫീഖ്, കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ സ്വദേശി ഫാത്തിമ നസ്രിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിൽ നിന്നുള്ള കുടുംബയാത്രയെന്ന വ്യാജേനെ സംശയം ഒഴിവാക്കുന്നതിനായാണ് ഫാത്തിമ നസ്രീനെ വാഹനത്തിൽ യാത്രക്കാരിയായി കൂടെ കൂട്ടിയത്. പിടിച്ചെടുത്തിട്ടുള്ള മയക്കുമരുന്നിന്റെ ഉറവിടം, വിതരണ ശൃംഖല തുടങ്ങിയവ കണ്ടെത്തുന്നതിന് എക്സൈസ് വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച മധുര ബസാറിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 122 ഗ്രാം MDMA-യുമായി 5 പേരാണ് അറസ്റ്റിലായത്. ചെരുപ്പ് കച്ചവടത്തിന്റെ മറവിൽ കെട്ടിടത്തിൽ വെച്ച് MDMA ചെറിയ പാക്കറ്റുകളാക്കി ഫറൂഖ്, ബേപ്പൂർ, മാങ്കാവ്, പന്തീരങ്കാവ്, രാമനാട്ടുകര എന്നീ സ്ഥലങ്ങളിൽ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വിൽപ്പന നടത്തുന്നതാണ് ഈ സംഘത്തിന്റെ രീതി. പിടിച്ചെടുത്ത ലഹരി എത്തിച്ചത് സ്കൂൾ അവധിക്കാലം ലക്ഷ്യമാക്കിയാണെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ചെരുപ്പ് ഗൗഡൌണിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സൗകര്യവും പ്രതികൾ ഒരുക്കിയിരുന്നു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും MDMA കേസുകൾ പിടികൂടിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ലഹരി ജില്ലകളിലേക്ക് എത്തിക്കാനാണ് ലഹരി മാഫിയയുടെ ശ്രമം. ഇതറിഞ്ഞ് കൂടുതൽ കണ്ണികൾ കണ്ടെത്തി വലയിലാക്കാൻ സംയുക്ത പരിശോധനയിലാണ് നാർക്കോട്ടിക് സെല്ലും എക്സൈസും പോലീസും. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം മുളങ്കാടകം കാനകവയൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ഉത്സവാഘോഷങ്ങൾ ഭക്തഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ ഉണർത്തുകയും ചെയ്യുന്ന മഹത്തായ ആത്മീയ സംഗമമായി മാറി. മഹാഗണപതി ഹോമം, സർവൈശ്വര്യ പൂജ, സത്സംഗം, ഭജന തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്ര അന്തരീക്ഷത്തെ മന്ത്രമയമാക്കി. ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യയുടെ ആത്മീയ വചനങ്ങൾ ഭക്തർക്ക് ആത്മപ്രകാശത്തിന്റെ ദീപ്തി പകർന്നു. ധാർമ്മിക മൂല്യങ്ങൾ ക്ഷയിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ധർമ്മപദത്തിൽ നിലകൊള്ളുക എന്നതാണ് മനുഷ്യന്റെ യഥാർത്ഥ കടമ എന്ന സന്ദേശം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സാംസ്കാരിക പാരമ്പര്യങ്ങളും ആത്മീയ മൂല്യങ്ങളും തലമുറകളിലൂടെ കൈമാറപ്പെടുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നത്. ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ സമത്വവും സമാധാനവും ക്ഷയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്തിയും ധ്യാനവും ചേർന്ന ഈ മഹോത്സവം ഭക്തഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ ഉണർത്തുകയും ചെയ്യുന്ന മഹത്തായ ആത്മീയ സംഗമമായി മാറി. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ പത്രമാറ്റ് പകിട്ടോടെ കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം 33 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 11 പേർ 90%-ലധികവും മാർക്കും കരസ്ഥമാക്കിയാണ് വിജയിച്ചത്. ആനന്ദ് ജയപ്രകാശ് A, SP തമന്ന പ്രഭു എന്നിവർ 99.2% മാർക്ക് കരസ്ഥമാക്കി ദേശീയ തലത്തിൽ 5ാം സ്ഥാനവും സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനവും നേടി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വിദ്യാലയങ്ങളിൽ ആദ്യ സ്ഥാപനമായ കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഇത്തവണയും 100 മേനി വിജയം കൈവരിച്ചിരിക്കുകയാണ്. 33 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 11 പേർ 90%-ലധികം മാർക്കും നേടി സ്കൂളിന്റെ അഭിമാനമായി. ആനന്ദ് ജയപ്രകാശ് A, SP തമന്ന പ്രഭു എന്നിവർ 99.2% മാർക്ക് കരസ്ഥമാക്കി ദേശീയ തലത്തിൽ 5ാം സ്ഥാനവും സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനവും നേടി. ദേവദർശന KL 98.2%, ശ്രീഷിന്ത് KS 97.8% എന്നിങ്ങനെയാണ് മറ്റ് മികച്ച നേട്ടങ്ങൾ. 1987 തുടങ്ങിയിരിക്കുന്ന അമ്മയുടെ ആദ്യത്തെ സ്ഥാപനമാണ്. അതിൽ ആദ്യത്തെ സ്കൂളാണ് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. 40ാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വിജയം വളരെ സവിശേഷമാണ്. ഈ വിജയത്തിന് പിന്നിൽ അമ്മയുടെ അനുഗ്രഹമാണ്. ഈ വിജയം ഞങ്ങളെല്ലാവരും
അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. വളരെ നേരത്തെ തന്നെ പാഠഭാഗങ്ങൾ തീർത്ത് റിവിഷനുകളും ടെസ്റ്റ് പേപ്പറുകളും കൃത്യമായി ചെയ്തുകൊണ്ടുള്ള പഠന രീതിയാണ് കുട്ടികളെ വലിയ വിജയത്തിലേക്ക് നയിച്ചത്. ഒന്നാമതെത്തിയ കുട്ടികൾ ആരും തന്നെ ഒരു ട്യൂഷനും പോകുന്ന കുട്ടികളല്ല. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ച് പഠിച്ച് ടെസ്റ്റ് പേപ്പറും റിവിഷൻ ടെസ്റ്റും ഒക്കെ നടത്തി അങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തിരുന്നത്. പ്രോപ്പറായിട്ട് റിവിഷനാണ് ഇവരുടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും അവരെ ഹെൽപ്പ് ചെയ്തത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെയും അച്ചടക്കത്തോടെയുമാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികളുടെ പഠനം. ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ പാഠഭാഗങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഏത് സമയത്തും സംശയങ്ങൾ തീർക്കാനും ആത്മവിശ്വാസം നൽകാനും അധ്യാപകർ കൂടെ തന്നെയുണ്ട്. ആദ്യമായിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. റിവിഷൻസ് ഉണ്ടായിരുന്നു, കുറേ പ്രാവശ്യം റിവൈസ് ചെയ്തു. ചെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കരാട്ടയിൽ ബെൽറ്റ് ഉണ്ട്. ഇവിടെ ഏകദേശം എല്ലാ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൊമേഴ്സ് വിത്ത് മാത്സ് ആണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛനെ പോലെ എനിക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു എയിം. ടെൻഷൻ ഇല്ലാണ്ട് എല്ലാം എഴുതാൻ തന്നെയാണ് എല്ലാ ടീച്ചർമാരും പാരൻസും എല്ലാവരും കംഫർട്ട് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് വരയ്ക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിൽ കയറാനാണ്. തുടർന്നും ഇതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനാണ് മിക്കവരുടെയും തീരുമാനം. മാർക്സ് മാത്രമല്ല നമ്മളൊരു വിജയത്തിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്, അവരുടെ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ്. ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ അമൃതയിൽ ജോയിൻ ചെയ്തത് തന്നെ. ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഇവർ മാന്നാണ് വിളിക്കാറ്. അധ്യാപകർ എന്നുള്ളതിനുപരി മാതാപിതാക്കൾ എന്ന നിലയ്ക്കും കൂടിയാണ് അവർ കുട്ടികളെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. മികച്ച അക്കാദമിക് നിലവാരത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. മെയിനായിട്ട് നമ്മളുടെ വോളിബോളും ബാസ്കറ്റ്. കഴിഞ്ഞ വർഷം 6 ടൂർണമെൻറ്റുകളിൽ നമ്മൾ ഇൻക്ലൂഡിങ് നാഷണലിൽ നമ്മൾ പങ്കെടുത്തു. അതുപോലെ തന്നെ കരാട്ടയിലും നമ്മൾ സെക്കൻഡ് റണ്ണറപ്പായിരുന്ന സഹോദരിക്ക്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിന്റെ കരുത്ത്. അമൃത ന്യൂസ്, കൊച്ചി. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ മനസ്സമാധാനം വേണമെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരു അനിവാര്യമാണെന്ന് മാതാമൃതാനന്ദമയി മഠം തൃശൂർ മഠാധിപതി സ്വാമി അമൃതഗീതാനന്ദപുരി പറഞ്ഞു. മാതാമൃതാനന്ദമയി ദേവി ആദ്യമായി പ്രാണപ്രതിഷ്ഠ നടത്തിയ കൊടുങ്ങല്ലൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര പ്രതിഷ്ഠയുടെ 38ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമിജി. ഗണപതി ഹോമം, അഷ്ടാഭിഷേകം, സുഹൃത ഹോമം, ലളിതാ സഹസ്ര നാമാർച്ചന, ഭജന, പ്രസാദ വിതരണം എന്നിവയും നടന്നു. പരിപാടികൾക്ക് കൊടുങ്ങല്ലൂർ മഠാധിപതി ബ്രഹ്മചാരിണി ദീപ്താമൃത ചൈതന്യ നേതൃത്വം നൽകി. വാത്സല്യമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാം സിദ്ധസൂക്തിം അമൃതാനന്ദാത്മകാമീശ്വരീ. ഓം ഗണപതേ